GCC രൂപീകരണത്തിന് 45 വയസ്സ്. ഗൾഫ് രാജ്യങ്ങളിൽ കഴിഞ്ഞ വർഷം സാമ്പത്തിക കുതിപ്പ്. ഒമാനിൽ ഡ്രോണുകളുടെ പ്രവർത്തന പെർമിറ്റുകൾ വിതരണം ചെയ്യുന്നത് പുനരാരംഭിച്ചതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി. മാമ്പഴങ്ങളുടെ മാധുര്യവുമായി ലുലുവിൽ മാംഗോ മാനിയ. മസ്കത്ത് വിമാനത്താവളത്തിൽ തായ് പൗരനിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഗൾഫ് സഹകരണ കൗൺസിൽ രൂപീകൃതമായതിന്റെ 45-ാം വാർഷികം അംഗരാജ്യങ്ങൾ മെയ് 25-ന് ആഘോഷിക്കും. അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണവും സാമ്പത്തിക സുരക്ഷിതത്വവും ലക്ഷ്യമിട്ട് 1981 മെയ് 25-നാണ് GCC രൂപീകരിച്ചത്. വിവിധ മേഖലയിലെ പരസ്പര സഹകരണവും ശക്തമായ സാമ്പത്തിക അടിത്തറയും ഗൾഫ് രാജ്യങ്ങളുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്നതായി ഗൾഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്റർ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 2025-ൽ GCC രാജ്യങ്ങളുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം $2.4 ട്രില്യൺ ഡോളറിലെത്തി. 2024-ൽ ഇത് $2.3 ട്രില്യൺ ആയിരുന്നു. GCC സമ്പദ് വ്യവസ്ഥയിൽ എണ്ണ ഇതര മേഖലയുടെ പങ്ക് 78%-ലേറെയായി ഉയർന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം. ധനകാര്യ മേഖലയിൽ ഗൾഫ് രാജ്യങ്ങളിലെ വാണിജ്യ ബാങ്കുകളുടെ ആകെ ആസ്തി 11.9% വളർച്ചയോടെ $3.9 ട്രില്യൺ ഡോളറിലെത്തി. ഒമാനിൽ ഡ്രോണുകളുടെ പ്രവർത്തന പെർമിറ്റുകൾ വിതരണം ചെയ്യുന്നത് പുനരാരംഭിച്ചതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ഗവൺമെന്റ് വാണിജ്യ ആവശ്യങ്ങൾക്ക് പുറമെ വിനോദ ആവശ്യങ്ങൾക്കായും നിശ്ചയിച്ചിട്ടുള്ള ഗ്രീൻ സോണുകളിൽ ഡ്രോണുകൾ പറത്തുന്നതിനാണ് അനുമതി നൽകുക. ഔദ്യോഗിക സിർ പ്ലാറ്റ്ഫോം വഴിയാണ് ഇതിനുള്ള പെർമിറ്റുകൾ അനുവദിക്കുന്നത്. ഡ്രോൺ പെർമിറ്റുകൾക്ക് പുറമെ രാജ്യത്തുടനീളം പാരാഗ്ലൈഡിംഗ്, പാരാമോട്ടോർ പ്രവർത്തനങ്ങൾ, മറ്റ് വ്യോമ കായിക വിനോദങ്ങൾ, ഏവിയേഷനുമായി ബന്ധപ്പെട്ട കായിക ഇനങ്ങളും പരിപാടികളും പുനരാരംഭിക്കുമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി സ്ഥിരീകരിച്ചു. അതോറിറ്റിയുടെ പുതിയ തീരുമാനം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ ഇത് തുടരുമെന്നും ഇന്ന് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. ഒമാനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഉപഭോക്താക്കൾ ഏറെ കാത്തിരുന്ന വാർഷിക മാംഗോ ഫെസ്റ്റിവലായ മാംഗോ മാനിയക്ക് വർണ്ണാഭമായ തുടക്കം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന്റെ മാധുര്യവും വൈവിധ്യവും ആഘോഷമാക്കുന്ന മേള ലുലു ബൗഷർ ശാഖയിൽ നടന്ന ചടങ്ങിൽ ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ GV ശ്രീനിവാസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ലുലു മാനേജ്മെന്റ് പ്രതിനിധികളും പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ത്യ, ഇന്തോനേഷ്യ, മലേഷ്യ, ശ്രീലങ്ക, ഉഗാണ്ട, യമൻ, കൊളംബിയ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 70-ലധികം വ്യത്യസ്ത ഇനം മാമ്പഴങ്ങളാണ് ഇത്തവണ മേളയുടെ പ്രധാന ആകർഷണം. ഒമാന്റെ സ്വന്തം നാടൻ മാമ്പഴങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അൽഫോൺസോ, കേസർ, ബദാമി, മല്ലിക, ഗ്രീൻ സ്വീറ്റ് മാംഗോസ്, തായ്ലാന്റ് തൈമൂർ മാംഗോസ്, ഒമാനി ഗ്രീൻ മാംഗോസ് തുടങ്ങിയ പ്രമുഖ ഇനങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. തായ്ലാന്റ് സ്വദേശിയിൽ നിന്ന് 5.426 കിലോ കഞ്ചാവ് കസ്റ്റംസ് അധികൃതർ പിടിച്ചെടുത്തു. 14 പാക്കറ്റുകളിലാക്കി ലഗേജുകൾക്കുള്ളിൽ അതീവ രഹസ്യമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. പ്രതിക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.